السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമല് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരാളുടെ മനസ്സ് മാറി അയാൾ നമ്മെ ഒരുപാട് സ്നേഹിക്കാൻ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ദിക്റുണ്ട്. ആ ദിക്റിനെ 470 തവണ രാവിലെയും വൈകുന്നേരവും അഥവാ സുബഹിന്റെ സമയത്തും മഗ്രിബിന്റെ സമയത്തും നമ്മൾ ചൊല്ലുക. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരുപാട് സ്നേഹവും സന്തോഷവും നിലനിൽക്കാൻ വേണ്ടി, ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് ഒരുപാട് സ്നേഹം ലഭിക്കാൻ വേണ്ടി, ഭർത്താവിന് ഭാര്യയിൽ നിന്ന് ഒരുപാട് സ്നേഹം ലഭിക്കാൻ വേണ്ടി, ഇങ്ങനെ സ്നേഹവും സന്തോഷവും നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചതും നിരവധി ആളുകൾ ചൊല്ലിവരുന്നതുമായ ഒരു ദിക്റാണ്. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ യാ വദൂദു യാ അല്ലാഹ് എന്ന ഇസ്മിനെയാണ് നമ്മൾ ചൊല്ലേണ്ടത്. ആ ദിക്റിനെ 470 തവണ രാവിലെയും വൈകുന്നേരവും നമ്മൾ ചൊല്ലുക. മഗ്രിബിന്റെയും സുബ്ഹിന്റെയും സമയത്ത് നമ്മൾ ചൊല്ലുക. ഇത് രാവിലെയും വൈകുന്നേരവുമായി 470 തവണ ചൊല്ലുന്നവരുമുണ്ട്. ഇങ്ങനെ 2 രൂപമാണ് ഈ ദിക്ർ ചൊല്ലാൻ വേണ്ടി സ്വീകരിക്കുന്നത്. രാവിലെ 470ഉം മഗ്രിബിന്റെ സമയത്ത് 470ഉം ചൊല്ലുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവുമായി സുബ്ഹിന്റെയും മഗ്രിബിന്റെയും സമയത്തായി 470 തവണ ചൊല്ലുന്നവരുമുണ്ട്. ഈ രണ്ടിൽ ഏതും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ അമലുകൊണ്ട് ഒരുപാട് ഫലം നൽകുമാറാകട്ടെ. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകൾക്ക് ഓരോ മഹത്വങ്ങളാണ് അല്ലാഹു നൽകിയിട്ടുള്ളത്. ഇത് പതിവാക്കിയാലുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. പരസ്പരം പിണക്കത്തിലായി നിൽക്കുന്ന കുടുംബങ്ങളും കൂട്ടുകാരും അയൽവാസികളും ഉണ്ടാകും. ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നവരിൽ നിന്ന് നമുക്ക് സന്തോഷവും സ്നേഹവും ലഭിക്കാൻ വേണ്ടി, നമ്മോട് ഒരു ഇണക്കം വരാൻ വേണ്ടി, അവരുടെ ഖൽബ് ലോലമായി കിട്ടാൻ വേണ്ടി ഈ ദിക്റിനെ നമുക്ക് 470 തവണ ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മോട് പക വെച്ചുകൊണ്ട് പുലർത്തുന്ന ആളുകളുണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബക്കാരിൽ നിന്നും അയൽവാസികളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഉണ്ടാകാവുന്ന ഒരു വിഷയമാണ്. നമ്മുടെ നിഅമത്തുകൾ കണ്ട് അവർക്കതിൽ അസൂയ വന്ന് അത് അവസാനം പകയിലേക്കോ മറ്റുള്ള രൂപത്തിലോ വന്ന് നമ്മോട് മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിരുന്ന സ്നേഹം നമുക്ക് ലഭിക്കാതെ വരിക, ആ സന്തോഷത്തോടുകൂടിയുള്ള ജീവിതം നമുക്ക് ലഭിക്കാതെ വരിക. ഇങ്ങനെയുള്ളവർക്ക് ഈ ദിക്റിനെ ചൊല്ലാവുന്നതാണ്. അവരുടെ ഖൽബുകൾ പരസ്പരം അല്ലാഹു ഇണക്കി കൊടുക്കുമെന്ന്. അതുപോലെ തന്നെ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ഒരുപാട് ആളുകൾ എതിരാളികൾ ഉണ്ടാകും. ആ ശത്രുത മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ യാ വദൂദു യാ അല്ലാഹ് എന്ന ഇസ്മിനെ നമുക്ക് ചൊല്ലാവുന്നതാണ് 470 തവണ. ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ പരസ്പരം നമ്മോട് ഭിന്നിച്ചു നിൽക്കുന്ന ആളുകളുണ്ടാകും. ജോലി സ്ഥലങ്ങളിൽ നമ്മോട് താല്പര്യമില്ലാത്ത ആളുകളുണ്ടാകും. നമ്മൾ ഇടപഴകുന്ന ഏത് മേഖലയുണ്ടോ അവിടെയൊക്കെ നമ്മോട് താല്പര്യമില്ലാത്ത ആളുകളുണ്ടാകും. നമ്മെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, നമ്മോട് സ്നേഹമില്ലാത്തവരുണ്ടാകും. ഇവർക്കിടയിൽ ഒരുപാട് സ്നേഹം ലഭിക്കാൻ, അവർ നമ്മെ ഒരുപാട് സ്നേഹിക്കാൻ, നമ്മെ ഒറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഈ ദിക്റിനെ നമുക്ക് ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമുണ്ടാകും, സന്തോഷമുണ്ടാകും, എല്ലാം ഉണ്ടാകും. പക്ഷേ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന സന്തോഷം നഷ്ടപ്പെട്ടു, ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ സ്നേഹം ഇപ്പോൾ ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നവരുണ്ടാകും. ഇങ്ങനെയുള്ള ആളുകൾക്ക് നിലവിലുള്ള സ്നേഹം വർദ്ധിച്ചു കിട്ടാൻ, ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും അധികരിക്കാൻ വേണ്ടി ഈ ദിക്റിനെ നമുക്ക് പതിവാക്കാവുന്നതാണ്. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ജീവിക്കുമ്പോൾ നല്ല സ്നേഹത്തോടുകൂടിയും ഇണക്കത്തോടുകൂടിയും ഭർത്താക്കന്മാരും ഭാര്യമാരും പരസ്പരം ജീവിക്കാൻ,
ഉമ്മമാരോട് പിണങ്ങി നിൽക്കുന്ന മക്കളുമുണ്ട്, മക്കളോട് പിണങ്ങി നിൽക്കുന്ന ഉമ്മമാരുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരു കുടുംബ ജീവിതത്തിൽ പിണക്കങ്ങളും ഇണക്കങ്ങളുമായി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഖൽബ് വേദനിക്കുന്ന ഇണക്കങ്ങളുണ്ടോ? നമ്മുടെ ഖൽബ് വേദനിക്കുന്ന പിണക്കങ്ങളുണ്ടോ? രണ്ടിനും പ്രതിവിധിയായി നമുക്ക് യാ വദൂദു യാ അല്ലാഹ് എന്ന ഇസ്മിനെ നമുക്ക് ചൊല്ലാവുന്നതാണ്. പല കുടുംബങ്ങളിലും ഭർത്താക്കന്മാർക്ക് സ്നേഹമുണ്ടാകും, പക്ഷേ സ്വന്തം ഭാര്യയോടായിരിക്കൂല. പല കുടുംബത്തിലും ഭാര്യമാർക്ക് സ്നേഹമുണ്ടാകും, പക്ഷേ സ്വന്തം ഭർത്താവിനോടായിരിക്കില്ല. ഇങ്ങനെയുള്ള അമിതമായിട്ട് മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും പലപ്പോഴും സ്വന്തം ഇണക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് മുക്തി ലഭിക്കാൻ വേണ്ടി, ആ സ്നേഹവും സന്തോഷവും ഒക്കെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും യാ വദൂദു യാ അല്ലാഹ് എന്ന ഇസ്മിനെ നമുക്ക് ചൊല്ലാകുന്നതാണ്. ഇതോടൊപ്പം തന്നെ 17 തവണ പരിശുദ്ധമായ ഖുർആനിലെ അലം നശ്റഹ് എന്ന സൂറത്ത് കൂടി നമ്മൾ പാരായണം ചെയ്താൽ നമ്മൾ ചെയ്യുന്ന ഈ അമലിന്റെ ഫലം ഇരട്ടിയായി കിട്ടും. നമുക്ക് ഒരുപാട് ഫലം അധികരിച്ചു കിട്ടും. നമ്മുടെ നിയ്യത്ത് എന്താണോ വളരെ പെട്ടെന്ന് നമുക്ക് സഫലീകരിച്ചു കിട്ടും. അലം നശ്റഹ് എന്ന സൂറത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. എന്നാൽ ഈ ദിക്റിനോടൊപ്പം 17 തവണ അലം നശ്റഹ് എന്ന സൂറത്തിനെ നമ്മൾ പാരായണം ചെയ്താൽ നമ്മെ സ്നേഹിക്കാത്ത ആരുണ്ടോ അവർ അറിയാതെ നമ്മെ സ്നേഹിച്ചു പോകും. നമ്മുടെ കുടുംബത്തിൽ ആര് നമ്മോട് പിണങ്ങി നിൽക്കുന്നുണ്ടോ അവർക്ക് നമ്മോട് മിണ്ടാനുള്ള ഒരു മനസ്സിനെ അള്ളാഹു കാണിച്ചു കൊടുക്കും. നമ്മുടെ മക്കളിൽ, നമ്മുടെ കൂട്ടുകാരിൽ, നമ്മളുമായി ബന്ധപ്പെടുന്ന പല ആളുകളിലും പിണങ്ങി നിൽക്കുന്നവരുണ്ടാകും, നമ്മോട് പകവെച്ച് പുലർത്തുന്നവരുണ്ടാകും. അവർക്കൊക്കെ നമ്മോടൊരു ഇഷ്ടവും സ്നേഹവും തോന്നിക്കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ഈ അമലിനെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. 21 ദിവസം നല്ല ഇഖ്ലാസോടെ ഈ അമലിനെ നമ്മൾ ചെയ്യുക. 21 ദിവസത്തിൻ്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫളല് കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് മാറ്റിത്തരട്ടെ. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് മാറ്റിത്തരട്ടെ. അനുഭവിക്കുന്നവർക്കേ ഇതിന്റെ വിഷമം മനസ്സിലാവുകയുള്ളൂ. സ്നേഹം ലഭിക്കാത്തത് വല്ലാത്ത വിഷമമാണ്. നമുക്ക് ലഭിക്കേണ്ട സ്നേഹം മറ്റൊരുത്തന്നെ ലഭിക്കുന്നതും മറ്റൊരു പ്രയാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സകല പ്രയാസങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനും അല്ലാഹുവിന്റെ മാർഗത്തിലായി മരിക്കാനും അല്ലാഹുവിന്റെ ഹബീബിനെ ഒരുപാട് സ്നേഹിക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.